നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻഡിഎയുടെ പ്രചാരണത്തിന് തുടക്കമിടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് ഉണ്ട്. തലസ്ഥാനത്തെത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പുറത്തേക്ക് വരികയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ BJP ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. വൈകിട്ട് കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്ന തീയതിയും ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുറത്തേക്ക് ഇറങ്ങിയോ? കാരണം അല്പസമയത്തിനകം അദ്ദേഹത്തിന് BJP ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ളതാണല്ലോ. എന്താണ് മറ്റു വിശദാംശങ്ങൾ? അജിക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഇന്നലെ ടെക്നിക്കൽ ഏരിയയിൽ എത്തിയ അദ്ദേഹത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കുമ്മൻ രാജശേഖരൻ, V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എത്തി സ്വീകരിച്ചു. തുടർന്ന് ഇന്ന് രാവിലെ ഔദ്യോഗികമായി BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം ഇപ്പോഴിതാ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി എത്തിയിരിക്കുന്നു. ഇന്ന് ലക്ഷദ്വീപ കാഴ്ചകളാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ. മുറജപ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. 56 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അത് പര്യവസാനിക്കാൻ പോവുകയാണ് ഈ മാസം. അതിനൊക്കെ തന്നെ മുന്നോടിയായിട്ടാണ് അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. മാധ്യമങ്ങൾക്കകത്ത് പ്രവേശനമില്ല. ഇപ്പോൾ അമിത്ഷാ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA പ്രചാരണത്തിന് തുടക്കമിടാൻ കൂടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിരുവനന്തപുരത്ത് എത്തിയ അമിത്ഷാ രാവിലെ ഈ ക്ഷേത്രത്തിലെത്തി. ഇനി തിരിച്ച് ഈ കോർ കമ്മിറ്റി യോഗത്തിലടക്കം വൈകുന്നേരം നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിലടക്കം പങ്കെടുക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വൈകിട്ട് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം 7 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹം മടങ്ങുക. എന്തായാലും തിരുവനന്തപുരം നഗരസഭ BJP ഭരണം പിടിച്ചതിനു ശേഷം BJP നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയായിരിക്കും നയരേഖ അല്ലെങ്കിൽ ഈ വികസന രേഖ പ്രഖ്യാപിക്കുക എന്നുള്ളത്. ഈ അമിത്ഷായുടെ വരവോടുകൂടി അല്ലെങ്കിൽ ഈ വരവിൽ തന്നെ പ്രധാനമന്ത്രി എന്നായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നുള്ള ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു സമയം പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലേക്ക് തിരിക്കും എന്നുള്ള വിവരവും. അതായത് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പരിപാടികൾ ഇപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം BJPയുടെ ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും അല്ലേ റിനു? അതോടൊപ്പം തന്നെ അതിനുശേഷം അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങുക അല്ലേ? തീർച്ചയായും. അതായത് 11:30 ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ജനപ്രതിനിധികളുടെ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഔദ്യോഗികമായി ഒരു പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി എന്നായിരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തുക ആ ഒരു ദിവസവും സമയവും. അമിത്ഷാ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിനകം BJP ജനപ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും. വൈകിട്ട് അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. BJPയുടെ NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുകയാണ് അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള വരവിന്റെ ഉദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.